ആണ് ഞാൻ പറഞ്ഞ അടുത്ത ആൾ. ഓ കൊച്ചാപ്പി, നമ്മുടെ പൊന്നേ. ആ എവിടെ പോയിട്ട് വരിയിരുന്നു? എൻ്റെ ദൈവമേ ദേഷ്യം. ഇവൻ വിശപ്പിൻ്റെ ഉസ്താദാണ് കേട്ടോ. അതാ വേഗം അടുക്കളയിലേക്ക് പോകും. അമ്മ വരാട്ടാ. ഇവനാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഉപേക്ഷിച്ച് കിട്ടിയതാണ്. ഒരു രാത്രി ഫുള്ളിരുന്ന് കരഞ്ഞു. പിറ്റേന്ന് ഞാനിങ്ങ് എടുത്തുകൊണ്ട് വന്നു. ഇവനിപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു. പനിച്ചിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാനൊക്കെ കൊണ്ടുപോയി. ഇവിടെ അടുത്ത് തന്നെ ഒരു പെറ്റ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഒരു 4 ദിവസം അഡ്മിറ്റായി. ഇല്ലടാ, കൊച്ചാപ്പി എന്നാണ് ഞാൻ പേരിട്ടത്. ആദ്യം കറുത്ത പൂച്ചാണായിരുന്നു, പിന്നെ കൊച്ചാപ്പി എന്നിട്ടു. സുന്ദരിക്ക് വലിയ കാര്യമാണ് ഇവന് അല്ലേ. രണ്ടുപേരും ഒരുമിച്ച് കുറേ നേരം കളിക്കും. ഈവനും ആൺപൂച്ചകൾ ഞാൻ വളർത്തിയിട്ടുണ്ട് പണ്ടും. അപ്പം ആൺപൂച്ചയ്ക്ക് അധികം ഒരുപാട് മേലിങ്ങനെ ഇരിക്കാനുള്ളൊരു ടെൻഡൻസി ഉള്ളത്. അത് പറയുമ്പോഴത്തേക്ക് പോവുകയാണ് നീ. ഇവരിങ്ങനെ ഒട്ടി നിൽക്കും കേട്ടോ. നമ്മൾ എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ. ഇപ്പോൾ ഈ വിശക്കുന്നതുകൊണ്ടാണ്, വിശപ്പിന് വന്നാണ്. നോക്കിക്കേ, എല്ലാവരോടും ഹായ് പറഞ്ഞേ. ഹായ്. ഇതിൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു ഷെയ്ഡിൽ നല്ല രസമായിട്ടാണ്. ഒന്നും ഉണ്ടല്ലോ അമ്മേ, ഞാനൊന്ന് ഭക്ഷണം കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ എടുത്തോ. നല്ല ഉറക്കത്തിൽ അവിടെ പൊന്നെ ചക്കര കുട്ടനാണ്. ഹായ്. ഇവൻ നിലത്ത് വെച്ചാലും കഴിക്കും, പക്ഷേ ഞാൻ വാരി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കും. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ബാക്കി വെക്കും. എന്ത് കിട്ടിയാലും കഴിക്കും കേട്ടോ. അവൾക്ക് പിന്നെ അങ്ങനെയല്ല. ഇവനിപ്പോൾ ചപ്പാത്തി ദോശ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ എന്തുകൊണ്ടാണ് അവർ ഉപേക്ഷിച്ചതെന്ന് എനിക്കറിയില്ല. ഒരു രാത്രി ഫുള്ളിരുന്ന് കരഞ്ഞു. പിറ്റേത് രാവിലെ ഞാൻ നോക്കിയപ്പോണ്ട് എൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് കരയണം. അപ്പം ആദ്യം അച്ഛനമ്മയും പറഞ്ഞു എടുക്കണ്ട, വേണ്ട, ആരുടെങ്കിലും വളർത്തണമായിരിക്കും. പിന്നെ സുന്ദരി ഇവിടെ ഉണ്ട്, അവൾ പ്രശ്നമാക്കുന്നൊക്കെ. നോക്കിയപ്പോൾ ആണാണ്. എല്ലാവരോടും നല്ലതുപോലെ. ഇവിടെയുള്ള നായ്ക്കൾ പോലും ഇവനൊന്നും ചെയ്യുന്നില്ല. അവരോടൊക്കെ നല്ലോണം അങ്ങനെ നമുക്ക് ചേർച്ച് നടക്കണം. ഒറ്റ പ്രശ്നമുള്ളൂ, എപ്പോഴും വിശപ്പാ. ഇവന് അധികം ചോറ് ഇഷ്ടമില്ല. ഞാൻ ചോറ് കൊടുക്കും. പിന്നെ ഡ്രൈ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. മറ്റൊരു മണി പോലത്തെ ഒരു ഫുഡില്ലേ. ഇവൻ പിന്നെ കഴിക്കുമ്പോൾ ഒന്നും ബാക്കി വെക്കില്ല. ഓനെ പറ്റി പറയുന്നു മനസ്സിലായിട്ടോ. ഇനി കഴിക്കുമ്പോൾ ഒന്നും ബാക്കി വെക്കില്ല. ഇല്ല കഴിച്ചോളും. ഇല്ലടാ തന്നെ മണി. ഇതൊരു സ്ഥിരമായിട്ട് ഇത് ഞാൻ അവൻ്റെ ശീലം. ഇതിൻ്റെ ഉള്ളിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇല്ലടാ. പിന്നെ മണി കഴിഞ്ഞാൽ കുറച്ചുകൂടി ചോറ്. മണി കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇല്ലടാ. അല്ലടാ ചക്കര കണ്ണ. ഇവനെ അധികം ബെഡിലൊന്നും കിടക്കില്ല. ഇവന് ഫുൾ ടൈം പുറത്താണ്. സ്റ്റെറിലൈസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവനെ ചെയ്യണമെന്ന് വിചാരിക്കരുത്. പക്ഷേ പിന്നെ വിചാരിച്ചു അത് തെറ്റല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഫുൾ ടൈം ഇങ്ങനെ അടിണ്ടാക്കി നടക്കുന്നുണ്ട് കിടക്കട്ടെ. ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ എത്ര നേരം വേണമെങ്കിലും. നേരത്തെ പിന്നെ വിശപ്പുണ്ടായിരുന്നു. ഇല്ലടാ. പൂച്ചകളാണ് കേട്ടോ കൂടുതൽ ഇങ്ങനെ ഇരിക്കുക. ഹായ്.